ഹലോ മക്കളെ, മാറ്റർ ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത് എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. എന്തുണ്ട്? എൻ്റെ കയ്യിൽ എന്തുണ്ട് മക്കളെ? ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. നോർത്ത് സൗത്ത് അല്ലെ, രണ്ട് പോൾ ഉണ്ട്. ഇനി ഇത് പോൾ സ്ട്രെങ്ത് ആണ്. ഇതിന്റെ പോൾ സ്ട്രെങ്ത് എം ആണ്. ഇതിന്റെ പോൾ സ്ട്രെങ്ത് എന്താണ്? എം തന്നെയാണ്. ഇവയ്ക്ക് ഇടയിലുള്ള അകലം എത്ര മക്കളെ? 2L ആണ്. ഓക്കെ. സോ ഞാനാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റിനെ മുറിക്കാൻ പോവുകയാണ്. നമ്മുടെ ടോപ്പിക് എന്താണ്? കട്ടിങ്, ഇഫക്റ്റ് ഓഫ് കട്ടിങ് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിനെ മുറിക്കാൻ പോവുകയാണ് മക്കളെ. എനിക്ക് രണ്ട് രീതിയിൽ മുറിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, എനിക്ക് ഈ ബാർ മാഗ്നറ്റിനെ എന്ത് ചെയ്യാൻ പോവാണ്? അതിന്റെ ലെങ്ത് വൈസ് ലോഞ്ചിറ്റ്യൂഡിൽ കട്ട് ചെയ്യാൻ പോവാണ്. അണ്ട, ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. ലെങ്ത് വൈസ് കട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? കട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. ലെങ്ത് വൈസ് അലോങ് ദ ലെങ്തിലൂടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടെ ആണെങ്കിൽ ഇവിടെ രണ്ട് മാഗ്നറ്റ് ഉണ്ടാവും. ശരിയാണോ? ഇവിടെ എനിക്ക് രണ്ട് മാഗ്നറ്റ് കിട്ടും. ഇതൊരു മാഗ്നറ്റ് ആണ്, ഇത് മറ്റൊരു മാഗ്നറ്റ് ആണ്. ഇവിടെയാണെങ്കിൽ ഈ എം എന്ന പോൾ സ്ട്രെങ്തിനെ ഞാൻ മുറിച്ചപ്പോൾ നമുക്ക് രണ്ട് പോൾ സ്ട്രെങ്ത് കിട്ടും. ഇവിടെ m/2, ഇവിടെയും m/2. ഇവിടെയും m/2, ഇവിടെ എന്തുണ്ട്? m/2. സോ ആര് മുറിഞ്ഞു മാറും? പോൾ സ്ട്രെങ്ത് പകുതിയാകും. ശരിയാണോ? ഇതൊരു മാഗ്നറ്റ് കിട്ടും, ഇത് മറ്റൊരു മാഗ്നറ്റ് കിട്ടും. ഈ മാഗ്നറ്റിന്റെ പോൾ സ്ട്രെങ്ത് എത്രയാണ്? m/2. ഇവിടെ എത്ര ഉണ്ട്? m/2. ഇവിടെ എത്ര ഉണ്ട്? m/2. മുറിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ലെങ്ത് എത്രയാണ്? അത് 2L ആണ്. അതിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. എത്രയാണ്? 2L ആണ്. അത് വ്യത്യാസമില്ല. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, പുതിയ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പറഞ്ഞേ, പുതിയ ന്യൂ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത്. എത്രയാണ് പോൾ സ്ട്രെങ്ത്? m/2 ഇൻറ്റു എത്രയാണ്? 2L. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ ആണെങ്കിൽ ഓൾഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ഓൾഡ് പഴയ എത്രയായിരുന്നു? പോൾ സ്ട്രെങ്ത് എത്രയാണ്? m/2L. സോ ഇതിന്റെ പകുതിയേ ഉള്ളൂ. ഇത് ആര് കുറഞ്ഞു പോയി? പോൾ സ്ട്രെങ്ത് പോൾ സ്ട്രെങ്ത് പകുതിയായി പോയപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായി മക്കളെ? പകുതിയായി പോയി. സോ ഇവിടെ ആരൊക്കെ പകുതിയായി പോവും? ഇവിടെ ആണെങ്കിൽ ഈക്വൽ ആയിട്ട് മുറിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പോൾ സ്ട്രെങ്ത് എന്തായിട്ട് മാറും? പകുതിയായിട്ട് മാറും. അപ്പോൾ ആരും പകുതിയായിട്ട് മാറും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും പകുതിയായിട്ട് മാറും. ഓക്കെ ആണോ? സോ പോൾ സ്ട്രെങ്ത് പകുതിയായതിന്റെ ഫലമായിട്ടാണ് ആര് പകുതിയായത്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പകുതിയായി മാറിയത്. ഓക്കെ, ശരി. ഇനി നമുക്ക് നമ്മുടെ മാഗ്നറ്റിനെ ഇങ്ങനെ മുറിക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇതിന്റെ പോൾ സ്ട്രെങ്ത് m ആണ്, ഇതിന്റെ പോൾ സ്ട്രെങ്തും m ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് 2L. ഞാൻ ഇനിയാണെങ്കിൽ മുറിക്കുന്നത് ഇങ്ങനെയാണ്. ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. ഇങ്ങനെ മുറിക്കാൻ പോവുകയാണ്. ഓക്കെ. സോ കട്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് കണ്ടോ? ഇങ്ങനെ മുറിക്കാൻ പോവുകയാണ്. അപ്പൊ രണ്ട് ഈക്വൽ ഹാഫ് കിട്ടുമല്ലോ. ഇത് എത്രയാണ്? ഈ ലെങ്ത് എത്രയാണ് മക്കളെ? ഇതൊരു മാഗ്നറ്റ് ആണ്, ഇതൊരു മാഗ്നറ്റ് ആണ്. ഇത് നമുക്ക് മറ്റൊരു മാഗ്നറ്റ് കിട്ടും. ഈ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് L ആണ്. ഇത് എത്രയാണ്? ഇതും L ആണ്. പക്ഷെ ഇവിടെ പോൾ സ്ട്രെങ്ത് മാറുമോ? ഇല്ല. പോൾ സ്ട്രെങ്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. നിങ്ങൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ പോൾ സ്ട്രെങ്ത് അതുപോലെ കാണും. സോ ഇതിന്റെ പോൾ സ്ട്രെങ്ത് എത്രയാണ്? m. ഇവിടെയും പോൾ സ്ട്രെങ്ത് m എന്ന് കിട്ടും. ഇവിടെ m പോൾ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇവിടുത്തെ പോൾ സ്ട്രെങ്ത് എന്തായിരിക്കും? m ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ രണ്ട് കാന്തം കിട്ടി. രണ്ട് കാന്തത്തിന്റെയും ഒരുപോലെയാണ്, പോൾ സ്ട്രെങ്ത് ഒരുപോലെയാണ്. സോ അങ്ങനെയെങ്കിൽ ഈ കാന്തത്തിന്റെ ഡൈപോൾ മൊമെന്റ് പറഞ്ഞു വന്നേ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു പുതിയതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് m ഇൻറ്റു നീളം എത്രയാണ്? L ഉള്ളൂ. നേരത്തെ ആണെങ്കിലോ പോൾ സ്ട്രെങ്ത് എത്രയാണ്? m ഇൻറ്റു ലെങ്ത് എത്രയാണ്? 2L ഉണ്ടായിരുന്നു. ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ഓൾഡ്. അതിന്റെ പകുതിയേ ഉള്ളൂ ഇപ്പോൾ അല്ലേ? ഇത് 2L ആണ്, ഇത് L ഉള്ളൂ. കാര്യം എന്താണ്? കാര്യം ലെങ്ത് പകുതിയായി പോയി. പക്ഷെ പോൾ സ്ട്രെങ്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. മനസ്സിലായോ? സോ പഴയ കാന്തവും പുതിയ കാന്തവും വ്യത്യാസം എന്താണ്? ഈ പുതിയ കുഞ്ഞു കാന്തങ്ങൾക്ക് പോൾ സ്ട്രെങ്ത് എന്തായിട്ട് മാറും? പോൾ സ്ട്രെങ്തിന് യാതൊരു മാറ്റം സംഭവിക്കില്ല. പകരമാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായിട്ട് മാറും മക്കളെ? പകുതിയായിട്ട് മാറും. ഓക്കെ ആണോ?
സോ എങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി ആരാണ് ചേഞ്ച് ചെയ്യുന്നത്? പോൾ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യും. ഓക്കെ, പോൾ സ്ട്രെങ്ത് എന്ത് ചേഞ്ച് ചെയ്യും? ഇവിടെയാണെങ്കിൽ പോൾ സ്ട്രെങ്ത് പകുതിയായിട്ടാണ് മാറുന്നതെങ്കിൽ ഇവിടെ പോൾ സ്ട്രെങ്തിന് യാതൊരു മാറ്റം ഉണ്ടാവുകയില്ല. പോൾ സ്ട്രെങ്ത് ഇവിടെയും സെയിം തന്നെയായിട്ട് തുടരും. പക്ഷെ ഇവിടെ ആര് മാറുന്നതിന്റെ ഫലമായിട്ട്, ലെങ്ത് മാറുന്നതിന്റെ ഫലമായിട്ട് ആര് ചേഞ്ച് ചെയ്യും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു ബാർ മാഗ്നറ്റിനെ കട്ട് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം. രണ്ട് രീതിയിലും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉറപ്പായിട്ടും പകുതിയായിട്ട് മാറും. എങ്ങനെ പകുതിയായിട്ട് മാറും? ഈ കേസിലാണെങ്കിൽ പോൾ സ്ട്രെങ്ത് പകുതിയായിട്ട് മാറുന്നതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പകുതിയായിട്ട് മാറും. ഇവിടെയാണെങ്കിൽ പോൾ സ്ട്രെങ്ത് സെയിം ആണെങ്കിൽ കൂടി ലെങ്ത് പകുതിയായിട്ട് മാറുന്നതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പകുതിയായിട്ട് മാറും. ഓക്കെ ആണോ? സോ എനിക്ക് തോന്നുന്നു ഈ കോൺസെപ്റ്റുള്ള ഭംഗിയായിട്ട് മനസ്സിലായി. ഒരു ബാർ മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.